ചില ഓർമ്മകൾ ഇങ്ങനെയാട്ടോ. നമ്മൾ എത്രയൊക്കെ മറക്കാൻ ശ്രമിച്ചാലും നമ്മളെങ്ങനെ തട്ടി വിളിച്ചുകൊണ്ടിരിക്കും. നൗഫലും ഒരു ഓർമ്മയാട്ടോ. അപ്പോൾ നൗഫൽ ആരാന്നറിയാൻ നിങ്ങൾക്കൊരു ആകാംക്ഷ ഉണ്ടാവും. നൗഫൽ എൻ്റെ ഒരു അടുത്ത സുഹൃത്തായിരുന്നോ ചോദിച്ചാൽ ആയിരുന്നില്ല. പിന്നെ ഒരു കുറച്ച് സമയം കൊണ്ട്, ഒരു ചെറിയ സമയപരിധിക്കുള്ളിൽ എന്നോട് എന്താ പറയുക, ഒരു സഹോദര തുല്യനായിട്ട് വളരെ അടുത്തൊരു ആളാണ് ഈ നൗഫൽ എന്ന് പറയുന്നത്. ഞാനിനി നൗഫലിനെ കുറിച്ച് പറയാട്ടോ. നൗഫൽ ഇന്ന് ജീവിച്ചിരിപ്പില്ല. വർഷങ്ങൾക്ക് മുന്നേ നമ്മുടെ ചാലക്കുടി വെച്ചിട്ട് ഒരു ബൈക്ക് ആക്സിഡൻറ്റിലാണ് നൗഫൽ മരണപ്പെടുന്നത്. കുറേ വർഷങ്ങൾക്ക് മുന്നേ ഞാൻ അജ്മൽ ബിസ്മിയിൽ ഒരു നോർത്ത് ഏരിയ ക്ലസ്റ്റർ മാനേജറായിട്ടാണ് ഞാൻ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ആ സമയത്ത് ഒരു മന്ത്ലി മീറ്റിംഗ് ഒക്കെ വരുമ്പോൾ ഞാൻ നമ്മുടെ എറണാകുളത്തുള്ള ഹെഡ് ഓഫീസിലേക്ക് പോകാറുണ്ട്. അപ്പോൾ അങ്ങനെ പോയി കഴിഞ്ഞാൽ അവിടെ തന്നെയുള്ള നമ്മുടെ ബിസ്മയെ ബന്ധപ്പെട്ട എല്ലാ ഷോറൂമുകളൊക്കെ ഒന്ന് വെറുതെ വിസിറ്റ് ചെയ്യും. അങ്ങനെ ഞാനൊരു ദിവസം നമ്മുടെ കലൂരുള്ള ബിസ്മിയിൽ വർഷങ്ങൾക്ക് മുന്നേ ഒരു ദിവസം വിസിറ്റ് ചെയ്തപ്പോഴാണ് ഞാൻ ഈ നൗഫലിനെ പരിചയപ്പെടുന്നത്. കുറേ സെയിൽസ്മാന്മാരുണ്ട്, ഇപ്പം എല്ലാവരും നമുക്ക് അറിഞ്ഞോളണമെന്നൊന്നുമില്ല. എന്നാലും നൗഫൽ വന്ന് പരിചയപ്പെട്ടു. അങ്ങനെ എന്നോട് വന്നിട്ട് ഈ നൗഫൽ സംസാരിച്ച് തന്നെ എന്താ പറയുക, ഒരു കുറച്ച് ദിവസമായിട്ട് വളരെ പരിചയമുള്ള ഒരാളെ പോലെയൊക്കെ സംസാരിക്കുന്നത്. ഇവിടെ സാറേ വീട് എവിടെയാണ്, വീട്ടിലെ കാര്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട്. പിന്നെ ഞാൻ ചോദിക്കാതെ തന്നെ നൗഫലിൻ്റെ വീട്ടിലെ കാര്യങ്ങളൊക്കെ എന്നോട് സംസാരിക്കുന്നത്. അപ്പം ഞാൻ കുറച്ച് നേരം ഇങ്ങനെ സംസാരിച്ചിരുന്നു. അപ്പോൾ എന്നോട് ചോദിച്ചു, സാർ എനിക്ക് തൃശ്ശൂരിലേക്ക് ട്രാൻസ്ഫർ കിട്ടുമോ ചോദിച്ചു. അപ്പോൾ എനിക്കെന്താ വെച്ചാൽ എൻ്റെ അണ്ടറിലാണ് ഈ നോർത്ത് ഏരിയ എന്ന് പറഞ്ഞാൽ പാലക്കാട്, തൃശ്ശൂർ ആ ഏരിയയിലുള്ള എല്ലാ ഷോറൂംസും എൻ്റെ അണ്ടറിലാണ് വരുന്നത്. അപ്പോൾ ചില ഡിസിഷൻസൊക്കെ എനിക്ക് എടുക്കാം. അപ്പോൾ എന്നോട് ചോദിച്ചു എനിക്ക് തൃശ്ശൂർക്ക് ഒരു ട്രാൻസ്ഫർ കിട്ടും. അപ്പോൾ ഞാൻ ചോദിച്ചു, ഇത്രയും നല്ലൊരു വലിയൊരു ബിസ്മിയിൽ അത്യാവശ്യം നല്ലൊരു വലിയൊരു സെയിൽ നടക്കുന്നൊരു സ്ഥാപനമാണ് നമ്മുടെ കലൂരുള്ള ബിസ്മി എന്ന് പറയുന്നത്. അപ്പോൾ ആ സമയത്ത് അവിടുന്ന് ഒരു ട്രാൻസ്ഫർ ചോദിക്കുമ്പോൾ ഞാൻ ചോദിച്ചാൽ അതിൻ്റെ ആവശ്യമുണ്ടോ നൗഫലെ, അത്യാവശ്യം നല്ല ഇൻസെൻറ്റീവ് സ്ട്രക്ചറൊക്കെ ആയിട്ട് നന്നായിട്ട് മൂവ് ചെയ്യാൻ പറ്റുന്നൊരു സ്ഥാപനമല്ലേ. അപ്പോൾ അതല്ല, കുറേ നാളായി സ്വന്തം ഫാമിലിയുടെ കൂടെയൊക്കെ താമസിച്ചിട്ട് നാട്ടിലേക്ക് പോകണമെന്നൊരു ആഗ്രഹമുണ്ട്, ഭാര്യനും കുട്ടിയുടെ കൂടെയൊക്കെ സ്വന്തം വീട്ടിൽ കഴിയാനൊരു ആഗ്രഹമുണ്ട് എന്നൊക്കെ പറഞ്ഞപ്പോൾ എനിക്കൊരു താല്പര്യം തോന്നി. ഞങ്ങളതൊരു സൗഹൃദ സംഭാഷണമായിട്ട് അവിടെ സംസാരിച്ച് അവിടെ അവസാനിപ്പിച്ചിട്ട് പിന്നെ കാണാമെന്നുള്ളൂ. അങ്ങനെയൊക്കെയാണല്ലോ പിരിയുമ്പോൾ കാണാമെന്നൊക്കെ പറഞ്ഞ് ഞാൻ തൃശ്ശൂരിലേക്ക് പോന്നു. പിന്നെ ഒരു ദിവസം തൃശ്ശൂർ കഴിക്കുമ്പോൾ ഒരു ദിവസം എന്നോട് തൃശ്ശൂർ എന്നെ കാണാൻ വേണ്ടി വന്നു. അവിടെയൊക്കെയാണ് ഒരു എന്താ പറയുക, ഒരു ബന്ധമില്ലാത്ത ആളെന്നൊന്നും പറയാൻ പറ്റില്ല. എന്നാലും നമ്മുടെ ഒരു സ്റ്റാഫാണ്. എന്നാലും തൃശ്ശൂർ നാട്ടിലേക്ക് വന്നപ്പോൾ അവൻ എന്നെ കാണാൻ വേണ്ടി തൃശ്ശൂർ ഷോറൂമിലേക്ക് വന്ന് കുറേ നേരം കാത്തു നിന്ന്. ഞാൻ ചിലപ്പോൾ കസ്റ്റമറുടെ ഇടയിലോ അല്ലെങ്കിൽ മാനേജർ പറഞ്ഞ എന്തെങ്കിലും ഒരു പ്രശ്നങ്ങൾക്ക് സോൾവ് ചെയ്യാനൊക്കെ ഞാൻ ഇൻവോൾവ് ചെയ്തിരിക്കും. അല്ലെങ്കിൽ ഏതെങ്കിലും കമ്പനിക്കാർ വന്നാലൊക്കെ സംസാരിച്ചൊക്കെ ഞാൻ ഇരിക്കും. പക്ഷെ അവൻ അത്രയും സമയമൊക്കെ അവിടെ വെയിറ്റ് ചെയ്യും. പിന്നെ വീണ്ടും എൻ്റെ അടുത്ത് വരും, കുറേ നേരം സംസാരിക്കും. അപ്പോൾ അതിൻ്റെ ഇടയിലും എന്നോട് ചോദിച്ചു, ഇപ്പോൾ ഫാമിലിയായിട്ട് എറണാകുളത്ത് തന്നെയാണ്, ഒരു വാടകയ്ക്കാണ് താമസം, എന്നാലും തൃശ്ശൂർ സ്വന്തം വീട്ടിലേക്കൊക്കെ മാറിയാൽ എല്ലാവരും കൂടി ഒന്ന് കഴിയാലോ, അങ്ങനെ ഒരു ആഗ്രഹമൊക്കെ ഉണ്ട്. പിന്നെ തൃശ്ശൂർ ഷോറൂം അടുത്താണ്, അപ്പോൾ വലിയ ദൂരമൊന്നുമില്ല. പിന്നെ എറണാകുളം പോയിട്ട് ഇരിക്കേണ്ട കാര്യമില്ലല്ലോ. അപ്പോൾ കുറച്ചും കൂടി ഫാമിലി അറ്റാച്ച്മെൻ്റ് ആയിട്ട് പോകാൻ പറ്റും, ഉമ്മാനെയും എല്ലാവരും കാണാമെന്നുള്ളൊരു ഐഡിയ ഒക്കെ ആണ് അവൻ പറയുന്നത് എൻ്റെ അടുത്ത്. അപ്പോൾ ഞാൻ പറയട്ടെ, ഞാൻ എന്തെങ്കിലും ഒരു വേക്കൻസി മീൻസ് ഒരു ചാൻസ് നമുക്ക് ഈ അപ്ലയൻസ് ഷോറൂമിൽ എപ്പോഴും കുറേ ബ്രാൻഡുകളുണ്ട്. സോണി, LG, സാംസങ്, പാനസോണിക്, ഇങ്ങനെ ബ്രാൻഡുകളുള്ള. അപ്പോൾ ഇതിൽ ഏതെങ്കിലും ഒരു വേക്കൻറ്റ് വരും. ഇപ്പോൾ ഉള്ള സ്റ്റാഫുകൾ പോവുക അല്ലെങ്കിൽ എവിടേക്കെങ്കിലും ട്രാൻസ്ഫർ മേടിച്ച് പോയാൽ അങ്ങനെ ഒരു വേക്കൻറ്റ് അവിടെ ഉണ്ടെങ്കിൽ നമുക്ക് ആ വേക്കൻസിയിലേക്ക് നമുക്ക് ഇഷ്ടമുള്ള ഒരാൾ അല്ലെങ്കിൽ നല്ല കഴിവുള്ള സെയിൽസ്മാനെ നമുക്ക് സജസ്റ്റ് ചെയ്യാം. ഇങ്ങനെ ഒരു കമ്പനിക്ക് നമുക്കത് ഫോർവേഡ് ചെയ്തിട്ട് ആ ഒരു സ്റ്റാഫിനെ നമുക്ക് സ്റ്റാഫാക്കി നമുക്ക് മാറ്റാൻ കഴിയും. അപ്പോൾ ഞാൻ ഓക്കെ, ഞാൻ എന്തായാലും കാര്യമായിട്ടും ശ്രമിക്കാമെന്നൊക്കെ പറഞ്ഞ് ഞാൻ വിട്ടു. അങ്ങനെ കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ നമ്മുടെ ഈ തൃശ്ശൂർ ഷോറൂമിൽ സോണി ബ്രാൻഡിന് ഒരു സ്റ്റാഫിൻ്റെ ആവശ്യം വന്നു. അപ്പോൾ ഞാൻ ഓൾറെഡി എനിക്ക് അപ്പോഴാണ് നൗഫലിൻ്റെ ഒരു ഓർമ്മ. എന്താറില്ല, അവനോട് ഒരു ഹെൽപ്പ് ചെയ്യണമെന്ന് എനിക്കൊരു തോന്നി. അത്രയും നല്ലൊരു സൗഹൃദവും കാര്യങ്ങളൊക്കെ വന്നപ്പോൾ ഒരു ബ്രദർലി അറ്റാച്ച്മെൻറ്റ്, അങ്ങനെ ഒരു സംസാര രീതിയിലാണ്. അപ്പം നമുക്കൊരു സിൻസിയറിറ്റി ആണല്ലോ എപ്പോഴും. അപ്പം ഞാൻ അപ്പം തന്നെ ഫോൺ എടുത്ത് നൗഫലെ ബയോഡാറ്റ നയിച്ചോട്ടെ, ഞാനതൊന്ന് ഇപ്പോൾ സോണിയിൽ ഒരു വേക്കൻറ്റ് കിടക്കുന്നുണ്ട്, ഞാൻ എങ്ങനെ നോക്കട്ടെ, നിനക്കത് ഞാൻ റെഡിയാക്കി തരാമെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ വിത്തിൻ ഒരു 10 മിനിറ്റ്സിനുള്ളിൽ ബയോഡാറ്റയൊക്കെ വളരെ വളരെ സിൻസിയറായ സ്റ്റാഫാണ്. അപ്പം തന്നെ എനിക്ക് അയച്ചു തന്നു. ഞാനത് സോണിയിൽ മാർക്കറ്റിംഗ് ഹെഡിനൊക്കെ അയച്ചു കൊടുത്ത് സ്പെഷ്യലായി വിളിച്ചു പറഞ്ഞ് അവനെ തന്നെ നമുക്ക് വേണം നല്ല. അപ്പോൾ ഓൾറെഡി പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല, കാരണം അവൻ്റെ
അവൻ്റെ വർക്കിംഗ് കപ്പാസിറ്റിയും കാര്യങ്ങളൊക്കെ അവർ എടുത്തു കഴിഞ്ഞാൽ തന്നെ നല്ല അഭിപ്രായം കിട്ടാവുന്ന ഒരു രീതിയിലേക്കാണ് അവൻ വർക്കിംഗ് ഒക്കെ, നല്ല സെയിൽസ്മാൻഷിപ്പും കാര്യങ്ങളൊക്കെ ഒരാളാണ്. അപ്പം തന്നെ സോണിയിൽ കയറാനൊരു ബുദ്ധിമുട്ടൊന്നും ഉണ്ടായില്ല. ഓട്ടോമാറ്റിക്കലി കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ അവൻ്റെ അപ്പോയിൻറ്റ് ലെറ്റർ വന്നപ്പോൾ എന്നെ വളരെ സന്തോഷമുള്ള, സാറേ താങ്ക്സ് കേട്ടോ, വളരെ നന്ദിയുണ്ട്, എനിക്കിപ്പോൾ തൃശ്ശൂർ എത്താൻ പറ്റുമെന്ന് വളരെ സന്തോഷമുള്ള കാര്യമാണ്. ഇപ്പം ഞാനൊരു കാര്യം, ഞാൻ എൻ്റെ സാധനങ്ങളെല്ലാം എനിക്ക് നാട്ടിലേക്ക് കൊണ്ടുവരണം, വളരെ സന്തോഷമുണ്ട് പറഞ്ഞ് വിളിച്ചപ്പോൾ എനിക്കും വളരെ സന്തോഷമായി. ശരി, നല്ലൊരു സ്റ്റാഫുള്ളൂ. അപ്പോൾ ഞാൻ പറഞ്ഞു, തൃശ്ശൂർ വന്നാൽ നീ നല്ല രീതിയിലൊക്കെ ചെയ്യണം കേട്ടോ, നമുക്ക് ഉഷാറാക്കണം. അങ്ങോട്ടും ഇങ്ങോട്ട് ഹോപ്പുള്ള സെയിൽസ്മാൻ എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ സെയിൽസ്മാൻഷിപ്പ് നമ്മളെപ്പോഴും ബൂസ്റ്റ് ചെയ്യണമല്ലോ. അപ്പോൾ അത് ചെയ്യണം. അപ്പോൾ എനിക്കും ഒരു തൃശ്ശൂർ കൗണ്ടറിൽ അങ്ങനെ ഒരാൾ വന്നു കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു ബ്രാൻഡ് നന്നായിട്ട് പൊക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ അതിൻ്റെ ഒരു ടേൺ ഓണും കാര്യങ്ങളൊക്കെ മാറ്റം വരുത്താൻ പറ്റും. അത്രയും നല്ലൊരു സ്റ്റാഫാണ്. അപ്പോൾ അത്രയും സന്തോഷത്തിൽ അപ്പം വിളിച്ചു പറഞ്ഞു. ഞാൻ പറഞ്ഞു, നാഫിലെ ശരി, നീ എത്ര പെട്ടെന്ന് പോരാൻ നോക്കിക്കോന്നൊക്കെ പറഞ്ഞു. അങ്ങനെ രാവിലെ വിളിച്ചിരുന്ന സാധനങ്ങളൊക്കെ പാക്ക് ആയിട്ട് എല്ലാം വീട്ടിലേക്ക് കൊടുത്തയക്കണം കേട്ടോ. വൈഫും കുട്ടീനെ ഞാൻ ഇന്ന് തന്നെ വിടും, നാട്ടിലേക്ക് വിടും. ഞാൻ വൈകുന്നേരം വന്നത്, ഞങ്ങൾ ഒരുമിച്ച് ഇറങ്ങാമെന്ന് പറഞ്ഞു. അങ്ങനെ ഇതിലൊരു ട്വിസ്റ്റ് എന്താണെന്ന് പറയുക, എപ്പോഴും നമുക്ക് ഒരു മരണം നമ്മളെ വിളിക്കുമ്പോഴാണ് നമുക്ക് എന്തെങ്കിലും ഒരു പ്രവൃത്തി നമ്മൾ നേരെ ഉൾട്ട ചെയ്യും. അതൊരു വലിയ സങ്കടമുള്ളൊരു കാര്യമാണ്. അങ്ങനെ ഇവൻ ചെയ്തൊരു പ്രശ്നം എന്ന് പറഞ്ഞാൽ, ഇതിൻ്റെ തലേ ദിവസം ഇവൻ്റെ ബൈക്ക് അവിടെ സർവീസ് സെൻറ്ററിൽ എറണാകുളത്താണ് കൊടുത്തത്. അപ്പോൾ പിറ്റേ ദിവസം അവൻ സാധനങ്ങളെല്ലാം വണ്ടി കയറ്റി നാട്ടിലേക്ക് കൊടുത്തയക്കണു. വൈഫിനും കുട്ടീനും കൂട്ടി വീട്ടിലൊക്കെ ആക്കിയ ശേഷമാണ് ഇവൻ ഈ സർവീസ് സെൻറ്ററിൽ ഇരിക്കുന്ന ബൈക്ക് എടുക്കാൻ വേണ്ടി വീണ്ടും എറണാകുളത്തേക്ക് റിട്ടേൺ വരികയാണ്. 2 ദിവസം കഴിഞ്ഞിട്ട് അവന് നമ്മുടെ തൃശ്ശൂർ സ്ഥാപനത്തിൽ ജോയിൻ ചെയ്യണം കേട്ടോ. അവൻ്റെ വലിയൊരു ആഗ്രഹമാണ് നടക്കാൻ പോകുന്നത്. അങ്ങനെ അവൻ എറണാകുളത്തേക്ക് ആ വണ്ടി എടുക്കാൻ പോയതാണ്. പോയിട്ട് അന്ന് ഈവനിങ് എന്നെ വിളിക്കുന്നുണ്ട്. ഞാൻ 2 ദിവസം കഴിഞ്ഞ് എത്തും, ഞാൻ എത്തിയിട്ട് ഞാൻ വണ്ടി എടുത്തില്ല, ബൈക്ക് ഇവിടെ പെട്ടുപോയി, ഞാനത് എടുത്ത് വരണം കേട്ടോ. അവൻ ഓക്കെ, കുഴപ്പമില്ല നൗഫില, നീ വണ്ടിയൊക്കെ എടുത്തിട്ട് സ്വസ്ഥമായ ഒരു ദിവസം വീട്ടിലൊക്കെ ഇരുന്ന് പിറ്റേ ദിവസം ജോയിൻ ചെയ്തൊക്കെ പറഞ്ഞ് വിട്ടു. അങ്ങനെ അവൻ എറണാകുളത്ത് പോയി വണ്ടി എടുത്ത് വരുന്ന വഴി ചാലക്കുടി എത്തിയപ്പോഴാണ് എതിരെ വരുന്നൊരു വണ്ടി ഇടിച്ച് തെറിച്ച് വീണ്ടും ആക്സിഡൻ്റ് ആയി. ഞാനിതൊന്നും അറിയുന്നില്ല കേട്ടോ. ഞാനന്നേരം ഞാനും എൻ്റെ വൈഫും മോനൊക്കെ ആയിട്ട് തൃശ്ശൂർ അന്ന് ശോഭ സിറ്റിയിൽ അവിടെ ആ ഒരു കൃത്രിമ തടാകമൊക്കെ ഉണ്ടല്ലോ, അതിൻ്റെ കരയിലിരുന്ന് ഇങ്ങനെ വർത്തമാനമൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് എനിക്കൊരു കോള് വരുന്നത്. സന്തോഷ് സാറേ, നൗഫൽ ഹോസ്പിറ്റലാണ്. അപ്പോൾ അവർക്ക് അറിയാം, നൗഫൽ എന്നോട് ഇങ്ങനെ അറ്റാച്ച്, എൻ്റെ പല സ്റ്റാഫുകൾക്ക് അറിയാം, അങ്ങനെ സ്റ്റാഫ് വരുന്നുണ്ട് എന്നൊക്കെ. അപ്പോൾ എന്നാലും അവർക്കൊരു, നമ്മുടെ കൂടെ വർക്ക് സ്റ്റാഫ് മരിച്ചു എന്ന് പറയാനൊരു മടി, എന്നാലും വളരെ സീരിയസ് ആണ്. ഇപ്പം ഞങ്ങൾ കുറച്ചൊരു പോകുന്നുണ്ട്, നമുക്ക് പോവല്ലേ എന്ന് ചോദിച്ചു. അപ്പം ഞാൻ വളരെ സീരിയസ് ആയിട്ട് പോകുന്നതിനാണല്ലോ പറയുന്നത്. സന്തോഷ് സാറേ, നൗഫൽ പോയിട്ടോ. സത്യം എൻ്റെ ഒരു കൂടപ്പുറപ്പ് പോയൊരു ഫീൽ എന്ന് പറയില്ല, എനിക്ക് നെഞ്ചിങ്ങനെ അടിക്കുക എന്ന് പറഞ്ഞാൽ എനിക്ക് അങ്ങനെ ഒരു ഫേസ് അവനെങ്ങനെ കാണുന്നുള്ളൊരു ഫീലായിരുന്നു. അപ്പോൾ അങ്ങനെ ചാലക്കുടി, എനിക്കിപ്പോൾ ഹോസ്പിറ്റലിലെ പേരൊന്നും ഓർമ്മ കിട്ടുന്നില്ല പെട്ടെന്ന്. അപ്പോൾ അവിടെ അങ്ങനെ എത്തി ഈ കലൂർ ഷോറൂമിലെ പിള്ളേർ നിൽക്കുന്നുണ്ട്. എനിക്ക് എന്താ പറയുക, ഒരു കുറ്റബോധം എൻ്റെ ഉള്ളിൽ. എനിക്ക് കുറ്റബോധം സ്റ്റാർട്ട് ചെയ്തത് എവിടെയാണെന്നുണ്ടെങ്കിൽ, ഈ കലൂർ ഷോറൂമിൽ ഇവൻ്റെ കൂടെ വരയ്ക്കുന്ന സ്റ്റാഫുകൾ കണ്ടപ്പോൾ, അവരുടെ കൂടെ വരയ്ക്കുന്ന സ്റ്റാഫ് അവരുടെ റിക്വസ്റ്റ് ഞാൻ എടുത്തെങ്കിലും അങ്ങനെ ഹെൽപ്പ് ഞാൻ ചെയ്തില്ലായിരുന്നെങ്കിൽ അങ്ങനെ ഒരു യാത്ര ഒഴിവാകുമായിരുന്നില്ലേ, അല്ലെങ്കിൽ അവൻ അവിടെയാണെങ്കിൽ ഇപ്പോഴും ജീവിച്ചിരിക്കുമായിരുന്നില്ല എന്നൊരു തോന്നൽ എനിക്ക് ഭയങ്കര ഫീൽ ചെയ്തു. അപ്പോൾ അവർക്ക് അങ്ങനെയൊന്നും ഇല്ലെങ്കിലും നമുക്കങ്ങനെ ഒരു ഫീൽ വരുമല്ലോ. അങ്ങനെ ഞാനിങ്ങനെ നടന്നിങ്ങനെ, അവരെല്ലാവരും കണ്ടവർ പുറത്ത് നിൽക്കുന്നുണ്ട്, അങ്ങനെ കാണാൻ വേണ്ടി ഇങ്ങനെ ഉള്ളിൽ കയറിയപ്പോൾ എന്താ പറയുക, നമുക്കിങ്ങനെ നൗഫലിനെ ഞാൻ പറഞ്ഞില്ല, നൗഫൽ വളരെ സുന്ദരനാട്ടോ, പറയാതിരിക്കാൻ പറ്റില്ല. നമ്മളിപ്പോൾ ഒരു ആളെ നഷ്ടപ്പെടുമ്പോഴോ അല്ലെങ്കിൽ കഴിഞ്ഞാലാണ് നമ്മൾ ആളെക്കുറിച്ച് വളരെ നല്ല അഭിപ്രായം, അങ്ങനെയൊന്നും അല്ല കേട്ടോ. നല്ല സുമുഖനും സുന്ദരനുമായൊരു ചെറുപ്പക്കാരെന്ന് പറയില്ലേ, അങ്ങനെ ഒരാളാണ്. അപ്പോൾ നൗഫൽ ഇങ്ങനെ കിടക്കുന്നുണ്ട്. നൗഫൽ കിടക്കുമ്പോൾ എനിക്ക് ബോഡി ഇങ്ങനെ ഒന്നും തോന്നില്ല, പുതച്ച് കിടക്കുന്നുണ്ട്. അപ്പോൾ നൗഫലിനെ കാണിക്കാന്ന് പറഞ്ഞ് തലേന്ന വെള്ളപ്പൊപ്പ് മാറ്റിയും കാണിച്ചപ്പോൾ ചെവിയിൽ നിന്ന് ഇങ്ങനെ ബ്ലഡ് ഇങ്ങനെ ഇറങ്ങി കിടക്കുന്നുണ്ടെന്നല്ലാതെ ഫേസൊക്കെ അതേപോലെ തന്നെ നല്ല ഭംഗിയിൽ ഇരിക്കുന്നുണ്ട്. എനിക്കിങ്ങനെ എന്താ പറയുക, ഉള്ളു ഭയങ്കര പെടഞ്ഞിട്ട് ഇപ്പോഴും എനിക്കത് ആലോചിക്കുമ്പോൾ ഒരു എന്താ പറയുക വിഷമമുണ്ട് കേട്ടോ. എപ്പോഴും ഇത്ര വർഷങ്ങൾ കഴിഞ്ഞാലും ഇന്നും നൗഫൽ എൻ്റെ നല്ലൊരു ഓർമ്മയാട്ടോ. അത് ഒരു ചില ബന്ധങ്ങൾ, വൈകാരികമായ ബന്ധങ്ങൾ എന്നൊക്കെ പറയില്ലേ, അതങ്ങനെയാണ്. അത് ഉള്ളിലിങ്ങനെ എപ്പോഴും നേറി നിൽക്കുകയാണ്. കാരണം നേറി നിൽക്കാനുള്ള റീസൺ എന്ന് പറയുന്നത് ഞാനിതിനൊരു നിമിത്തമായോ എന്നൊരു
ഫീൽ ഇപ്പോഴും ഉള്ളിൽ ഇങ്ങനെ അടിച്ചുകൊണ്ടിരിക്കും. ഞാനിപ്പോഴും ചാലക്കുടി കൂടെ യാത്ര ചെയ്യുമ്പോൾ അല്ലെങ്കിൽ അവൻ ആക്സിഡൻറ്റ് പറ്റിയൊരു സ്ഥലം വരുമ്പോൾ എനിക്ക് അവനപ്പോൾ ഓർമ്മ വരും. പക്ഷെ ഇപ്പോഴും പറയാട്ടോ, അവൻ എൻ്റെ ഒരു ഭയങ്കര ഒരു വേദന ഉള്ളൊരു ഓർമ്മയാണ് നൗഫൽ എന്ന് പറയുന്നത്. നൗഫലിനെ ഒരിക്കലും ഞാൻ മറക്കില്ല.